കരിമണൽ ഖനനത്തെ അനുകൂലിക്കുകയാണ് CPM. ഇപ്പോൾ കരിമണൽ വിഭവ സമാഹരണത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ധാതുവാണെന്ന് MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. കരിമണൽ ഖനനം ആലോചനയിലുണ്ട്. പ്രകൃതിദത്ത മണൽ പോലും പൂർണ്ണമായും ഉപയോഗിക്കാവുന്നതാണെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. കരിമണലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖനീയങ്ങളല്ലേ. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മണൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എത്ര കോടി രൂപയുടെ മണലാണ് കേരളത്തിലുള്ളത്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കും. ഏതായാലും കരിമണൽ മൂലധനമാക്കണമെന്ന CPMന്റെ നവകേരള രേഖയ്ക്കെതിരെ തോട്ടപ്പള്ളി കരിമണൽ ഖനന വിരുദ്ധ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. കരിമണൽ ഖനനവും കടൽ മണൽ ഖനനവും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. നവകേരള രേഖ വ്യക്തമാക്കുന്നത് CPMന്റെ ഇരട്ടത്താപ്പാണ്. കരിമണൽ ഖനനത്തിനെതിരായ സമരം ശക്തമായി തുടരുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. തീരശോഷണം ഉണ്ടാക്കുന്ന, മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന കരിമണൽ ഖനനവും കടൽ മണൽ ഖനനവും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ്. ഈ നയരേഖ അവതരിപ്പിച്ച വ്യക്തി തന്നെ സഖാവ് പിണറായി വിജയൻ അവറുകൾ 2004 കാലഘട്ടത്തിൽ ഈ തീരത്തെ ഖനനത്തെക്കുറിച്ചും ആഴക്കടലിൽ ഖനനം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ആലപ്പുഴയുടെ തീരം ഒട്ടും ഖനനത്തിന് പറ്റിയതല്ല എന്ന് പറയുകയും പുസ്തകം എഴുതിയ വ്യക്തിയാണ് പുതിയ നയരേഖയിൽ ഈ റിസോഴ്സ് ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപാൽ, ആഴക്കടൽ ഖനനത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കരിമണൽ ഖനനം ആലോചനയിലുണ്ട് എന്ന് CPM വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്യുന്നു. ഏത് രീതിയിലായിരിക്കും ഇത് ഇനി ചർച്ചയാക്കപ്പെടാൻ പോകുന്നത്? നയം മാറ്റത്തിലേക്ക് തന്നെയാണോ CPIM പോകുന്നത്? വിനീത, അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ലക്ഷ്യമിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നയരേഖ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ നയരേഖയിൽ കൃത്യമായ സൂചന നിലവിൽ CPM സ്വീകരിച്ചു പോകുന്ന നിലപാടിലുള്ള മാറ്റമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വിലയിരുത്താൻ കഴിയുക ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ്. കരിമണൽ ഖനനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ നിർദ്ദേശങ്ങളായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന പേരിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അതിൽ കരിമണലിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമായും. ആ കാര്യം വളരെ കൃത്യമായി പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ ചർച്ചകൾ കൃത്യമായി നടന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കി കഴിഞ്ഞു. ഏതായാലും ഈ നയരേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ റിപ്പോർട്ടറാണ് ഇന്ന് പുറത്തുവിട്ടത്. അതിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു വിവാദമാകാൻ സാധ്യതയുള്ള വിഷയം പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള CPMന്റെ നിലപാട് തിരുത്തുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തം നിർബന്ധമാണ് എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തുന്നുവെന്നാണ് ഒരു പ്രത്യേകത. പൊതുമേഖലാ സ്ഥാപനങ്ങൾ PPP മാതൃകയിൽ അത് പുനരുദ്ധരിക്കണം എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തുന്നു. ഒരു കാരണവശാലും പുനരുദ്ധരിക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങളെ നിലനിർത്താനാണ് ഇങ്ങനെ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നികുതി ഏർപ്പെടുത്തുന്നതാണ്. സാമ്പത്തിക അടിസ്ഥാനം സാമ്പത്തികമായി കൊണ്ട് സമൂഹത്തിൽ നികുതി ഏർപ്പെടുത്തുക, സാമ്പത്തികമായി ഉന്നതിയുള്ളവർക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തുക, അവർക്ക് സർക്കാർ സേവനങ്ങൾ സൗജന്യമായിരിക്കില്ല എന്നതാണ്. നേരെ മറിച്ച് അടിസ്ഥാന വർഗ്ഗങ്ങൾ ഒപ്പം സാധാരണ മിഡിൽ ക്ലാസ് ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂലമായ നിലപാട്, അവർക്ക് സ്വീകാര്യമായ ഒട്ടേറെ വാഗ്ദാനങ്ങൾ. കരിമണൽ ഖനനത്തിൽ ഉൾപ്പെടെ നിലപാട് മാറ്റുകയാണ് CPM. ഇത് വരും ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് ചർച്ചയാകാൻ പോകുന്നത് എന്നറിയണം. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്